രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന് ജുഡീഷ്യൽ കമ്മീഷനും മറ്റൊന്ന് ഭേദഗതി, നിയമ ഭേദഗതി. അത് രണ്ടുമാണ് ഓപ്ഷനിലുള്ളത്. ജുഡീഷ്യൽ കമ്മീഷന് സാധിച്ചില്ല എങ്കിൽ ഞങ്ങളുണ്ട് കൂടെ. ഞങ്ങളെന്ന് പറയുന്നത് ഞാനുണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്, ഭാരതീയ ജനതാ പാർട്ടിയുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്ത ഒരു വിഷയവും ഇന്ന് വരെയും അത് പരിഹരിക്കാതിരുന്നിട്ടില്ല. ഞാൻ മുനമ്പത്തെ ജനങ്ങളെ അഭിനന്ദിക്കുക. കാരണം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഉണർത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നവരെ ഏതാണ്ട് ഒരേ അഭിപ്രായത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. നിങ്ങളുടെ കൂടെ നിൽക്കും എന്നാണിപ്പോൾ എല്ലാവരും പറയുന്നത്. ചില അവസരങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അത് ജനകീയ ശക്തിയുടെ ഫലമായിട്ടാണ്. നിങ്ങൾ കേരളത്തിൻ്റെ മനസാക്ഷിയെ ഉണർത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം നമ്മുടെ ഭരണഘടനയാണ്. ഭരണഘടനാ അവകാശങ്ങളെ പറ്റി പറയുന്ന അവസരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാ അവകാശങ്ങളുടെ ഒരു ഉരകല്ലാണ് മുനമ്പം എന്ന് പറയുന്നത്. ഈ മുനമ്പത്ത് നിന്ന് കേരളത്തിൻ്റെ ഭരണഘടനാ അവകാശങ്ങളെ പറ്റിയുള്ള ചർച്ചകൾക്ക് വിരാമമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ജനകീയ ശക്തിയുടെ മുമ്പിൽ എല്ലാവരും മുട്ടുമടക്കും. വ്യത്യസ്തമായിട്ട് സംസാരിച്ചാലും മുട്ടുമടക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇപ്പോൾ പറയുന്നത് ഇവിടെ ഒരു ജുഡീഷ്യൽ കമ്മീഷനുണ്ട്, അവർക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള അവകാശവാദമുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതങ്ങനെ നടക്കട്ടെ. ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്താണ് എന്നുള്ള കാര്യം അത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന് ജുഡീഷ്യൽ കമ്മീഷനും മറ്റൊന്ന് ഭേദഗതി, നിയമ ഭേദഗതി. അത് രണ്ടുമാണ് ഓപ്ഷനിലുള്ളത്. ജുഡീഷ്യൽ കമ്മീഷന് സാധിച്ചില്ല എങ്കിൽ ഞങ്ങളുണ്ട് കൂടെ. ഞങ്ങളെന്ന് പറയുന്നത് ഞാനുണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്, ഭാരതീയ ജനതാ പാർട്ടിയുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്ത ഒരു വിഷയവും ഇന്ന് വരെയും അത് പരിഹരിക്കാതിരുന്നിട്ടില്ല. എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും ആരൊക്കെ എതിർത്തിട്ടുണ്ടെങ്കിലും അത് പരിഹരിച്ച ചരിത്രം മാത്രമേ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്തിട്ടുള്ളൂ. എന്തെന്ന് ആക്ഷേപങ്ങൾ ഓരോ കാലഘട്ടത്തിൽ BJPയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കില്ല, അത് നിങ്ങൾ പരിഹരിക്കില്ല, ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങളുടെ പ്രശ്നം നരേന്ദ്രമോദിയുടെ സർക്കാർ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതുപോലെ പാർലമെന്ററി ഉപസമിതി വന്ന അവസരത്തിൽ പാർലമെന്റ് കൂടിയപ്പോൾ ജഗദംബിക പാൽ അദ്ദേഹം പറഞ്ഞു, നവംബർ മാസം 29-ാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കാം. അപ്പൊ പ്രതിപക്ഷം പറഞ്ഞു, ഞങ്ങൾക്ക് സമയം വേണം. എത്ര സമയം വേണമെന്ന് ചോദിച്ചു. ഏപ്രിൽ മാസം വരെയും വേണമെന്ന് പറഞ്ഞു. അവർക്ക് എന്തിനാണ് സമയം? ഇത് പരിശോധിക്കാൻ വേണ്ടിയല്ലേ? പരിശോധിച്ചിട്ട് ഭരണഘടനയിൽ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ബില്ലിനെ അവര് പിന്തുണയ്ക്കുക തന്നെ ചെയ്യും. പിന്തുണച്ചില്ല എങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികളും ഈ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ജനഹിതം അംഗീകരിക്കാതെ ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരംഗീകരിച്ചാലും അവരംഗീകരിച്ചില്ല എങ്കിലും ഈ പ്രശ്നം പരിഹരിക്കുക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് വാഗ്ദാനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിരാകാരമിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.